ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈസുകളെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളിപ്പോൾ എല്ലാവരും കുട്ടിക്കാലത്ത് പാമ്പും കോണിയും അതുപോലെ തന്നെ ഇപ്പോൾ അല്ലേ പാമ്പും കോണിയേക്കാൾ ഇപ്പോൾ ഫേമസ് ആണ് ഏതെന്ന് പറയുന്നത് ലൂഡോ എന്ന് പറയുന്നത് അല്ലേ. അത്തരത്തിലുള്ള കളികളും അതുപോലെ തന്നെ മറ്റു പല നമ്മുടെ നാടൻ കളികളിലും എല്ലാം നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്, തായം എന്നൊക്കെ പറയും അല്ലേ, തായം കളിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഡൈസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരു ഡൈസിനെ സംബന്ധിച്ചിടത്തോളം 6 ഫേസുകളാണുള്ളത് അല്ലേ, മുഖങ്ങളാണുള്ളത്. അതിൽ 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ മാത്രമാണ് നമ്മൾ പരിചിതമായിരിക്കുന്നത്. നമ്മളിങ്ങനെ ഡോട്ടിട്ട് കാണാറുണ്ട്. ഒബ്വിയസ്ലി നമുക്കറിയാമത് എന്താണെന്നറിയാം, നമ്പർ ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ നമ്പേഴ്സിന് പകരം ആൽഫബറ്റ്സും സിമ്പിൾസും കളേഴ്സും മറ്റ് പല 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 സാധനങ്ങളും കയറി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ ഡൈസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും. പ്രധാനമായും ഡൈസിൽ നിന്നും ചോദിക്കുക 2 മോഡൽ ചോദ്യങ്ങളാണ്. അവ ഏതൊക്കെയാണ് എന്ന് ഒരു പരിചയപ്പെട്ടിട്ട് അതിലൊരു മോഡൽ ഇന്നും ഒരു മോഡൽ അടുത്ത ക്ലാസ്സിലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് പല പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡൈസിന്റെ 2ഓ ചിലപ്പോൾ ഒരു 3ആമതോ ഇല്ലെങ്കിൽ 4ആമതോ ഒരെണ്ണമൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ വ്യത്യസ്തമായ ഫേസസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് കാണാൻ പറയാം. ഇപ്പം നമുക്കിങ്ങനെ പറഞ്ഞിട്ട് പറയും 5ന്റെ ഓപ്പോസിറ്റ് ഫേസ് എന്താണ്, 2ന്റെ ഓപ്പോസിറ്റ് ഫേസ് എന്താണ് എന്ന് എന്ത് ചെയ്യാൻ പറയും, സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറയും. അപ്പോൾ സിമ്പിൾ ചോദ്യമാണ്, വളരെ എളുപ്പമാണ് അത് ചെയ്യാനായിട്ട്. ആ മോഡലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ സെക്കൻഡ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ഡൈസ് എന്ന് പറയും. അതായത് എന്താ ചെയ്തിരിക്കുന്നത്, ആ ഡൈസിനെ നമ്മൾ ആ ഓപ്പൺ ചെയ്ത് അങ്ങനെ നമ്മൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യമാണ്. ആ ഡൈസിനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പല രൂപങ്ങളിലാക്കി വെച്ച് നമുക്ക് തരും. ഇതെല്ലാം ഇത്തരം രൂപങ്ങളിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് പറയത്രയേ ഉള്ളൂ, ഇതിൽ ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും എന്തായിട്ടുണ്ടാവുക, നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലായിടത്തും നമ്പേഴ്സ് തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടെയാണെങ്കിലും എന്താ പലതരത്തിലുള്ള സിമ്പിളുകൾ, കളറുകൾ, ലെറ്റേഴ്സ്, കുത്തുകൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതിൽ എവിടെ വേണമെങ്കിലും വരാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 2 മോഡലുകളാണ് പ്രധാനമായും എന്ത് ചെയ്യാറുള്ളത്, ഡൈസിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ മോഡൽ എങ്ങനെയൊക്കെ ഡൈസ് തന്നാലും അതിൽ ഏതാണ് നമുക്ക് വേണ്ടുന്ന ഓപ്പോസിറ്റ് ഫേസ് എന്ന് നമ്മളെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ മോഡലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ തിയറി പാർട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, വിച്ച് നമ്പർ വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് വിത്ത് നമ്പർ 4. അതായത് കാര്യം വളരെ സിമ്പിൾ ആണ്. നമുക്ക് 2 ഡൈസിന്റെ 2 എന്താ പറയുക പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട് അല്ലേ. ആ 2 പോസിബിലിറ്റീസ് എന്നുള്ള വാക്കിവിടെ ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും 2 പോസിബിലിറ്റീസ് തന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ശരിക്കും ഒരു ഡൈസ് ഫിക്സ്ഡ് ആയിരിക്കുന്ന സാധനമാണല്ലോ, അതിൽ 4 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന വശം ഏതായിരിക്കും, ആ സംഖ്യയ്ക്ക് ഓപ്പോസിറ്റുള്ള വശത്തിലുള്ള സംഖ്യ ഏതായിരിക്കും എന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പറയേണ്ടത്. ഇത് ചെയ്യാനായിട്ട് കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. മെത്തേഡ് അറിയാത്തവൻ ഇതിങ്ങനെ ആലോചിച്ച് ഡൈസൊക്കെ മനസ്സിൽ ഇമാജിൻ ചെയ്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ മെത്തേഡ് അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ 2 പോസിബിലിറ്റീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു കോമൺ നമ്പർ ഉണ്ടോ എന്ന് സ്പോട്ട് ചെയ്യാൻ നോക്കുക. ഈ 2ലും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ, ഉണ്ട്. ഏതാണ്, ഇതിലും ഒരു 3 കാണാം, ഇതിലും ഒരു 3 കാണാം. അത്രയേ ഉള്ളൂ. പരിപാടി വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യത്തെ ഡൈസായിട്ട് കൺസിഡർ ചെയ്യുക, ഇത് 2ാമത്തെ ഡൈസായിട്ട് കൺസിഡർ ചെയ്യുക. ജസ്റ്റ് മനസ്സിലാക്കാൻ, ഈ ഡൈസിൽ ഈ 3ൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊന്ന് കറങ്ങുക. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഈ ഡയറക്ഷനാണ് അല്ലേ, ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ 3 കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ കാണുന്നത് ആരെയാ, അടുത്തത് 4 ഞാൻ ഇവിടെ എഴുതി. 4ൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ കാണുന്നത് ആരെയാ, 6നെ കണ്ടു, 6 നമ്മളിവിടെ എഴുതി. 2ാമത്തെ കേസിലും അതേ കോമൺ ആയിട്ടുള്ള അതേ സംഖ്യയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക. 3 നിന്ന് 1ലോട്ടെത്തും, 1 നിന്ന് എന്തിലോട്ടെത്തും, 2ലോട്ടെത്തും. സോ അത് നമ്മൾ എഴുതി 3, 4, 6, 3, 1, 2. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു, നമ്മളോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ 4 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഏതായിരിക്കും എന്നല്ലേ ചോദിച്ചേ. ഇവിടെ 4ന്റെ താഴെ ആരാ വന്നിരിക്കുന്നത്, അയാൾ തന്നെയായിരിക്കും ഓപ്പോസിറ്റ്. 4ന് താഴെ ആരാ വന്നേ, 1 ആണ് വന്നേ. സോ ആൻസർ ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ. ഞാൻ ആകെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ എന്താ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്ലോക്ക് വൈസിലൊന്ന് കറങ്ങാനാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഒരെണ്ണം കൂടി പിടിച്ചോ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 6 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള നമ്പർ ആരാന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2ലും കോമൺ ആയിട്ടുള്ളത് ഏതാന്ന് നോക്കുക. ഇവിടെയും 3 തന്നെയാണ്. അങ്ങനെ 3 തന്നെ വരണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് 1 മുതൽ 6 വരെയുള്ള ഏത് സംഖ്യയോ സിമ്പിളോ വേർഡോ എന്ത് വേണമെങ്കിലും ആവാം. 2 നമുക്കിപ്പോൾ എന്താ പറയുക, കോയിൻസിഡൻസ് ആയിട്ട് 3 വന്നു എന്നുള്ളതേ ഉള്ളൂ. 3 ഞാൻ എഴുതി. ആദ്യത്തെ ഫിഗറിൽ ക്ലോക്ക് വൈസ് വരുമ്പോൾ എത്ര വരും, 2 വരും. ദെൻ 2 പോകുമ്പോൾ 6 വരും. സോ ഞാൻ 3 എഴുതി, 2 എഴുതി, 6 എഴുതി. ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് പോകുമ്പോൾ 5 വരും. 5 നിന്ന് ക്ലോക്ക് വൈസ് പോകുമ്പോൾ 6 വരും, 4 വരും. സോ ഞാൻ 5 എഴുതി, ഞാൻ അതുപോലെ 4 എഴുതി. എന്താ നമ്മളോട് കാണാൻ പറഞ്ഞേ, 6ന്റെ ഓപ്പോസിറ്റ് ആരാണ് എന്നാണ് കാണാൻ പറഞ്ഞത്. 6ന്റെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്, 4 ആണ് വന്നിരിക്കുന്നത്. സോ ആൻസർ എന്താ, ഓപ്ഷൻ C 4.
ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഐഡിയ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ഈ പരിപാടി ചെയ്യാനായിട്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ല, എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, 3 പൊസിഷൻസ് ഓഫ് എ ഡൈസ് ആർ ഗിവൺ ബിലോ. ഒരു ഡൈസിന്റെ 3 പൊസിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ ചെയ്ത 2 പ്രോബ്ലത്തിൽ എത്ര എണ്ണം വെച്ചുണ്ടായിരുന്നുള്ളൂ? 2 എണ്ണം വെച്ചുണ്ടായിരുന്നുള്ളൂ. ഇവിടെ 3 പൊസിഷൻസ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ നമ്പർ അറ്റ് ദ ഓപ്പോസിറ്റ് ടു ദ വൺ. ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൾ ആരാണ് എന്ന് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് വെച്ച് ചെയ്യാം. പക്ഷേ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഉപയോഗിക്കാൻ പറഞ്ഞ ലോജിക്ക് എന്താ? രണ്ടിലും ഒരു നമ്പർ വെച്ച് റിപ്പീറ്റ് ചെയ്യണം. ആ നമ്പർ വെച്ച് നമ്മൾ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എത്ര എണ്ണം തന്നിട്ടുണ്ട്? 3 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള 2 എണ്ണം എടുത്ത് ചെയ്യാൻ പറ്റുമോ? ഏതെടുത്താലും അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടുമോ, കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് കിട്ടുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ അത് മനസ്സിലാവാനായിട്ട് ഞാൻ ഈ ഡൈസിനെ എ എന്നും ബി എന്നും സി എന്നും പേരിടുന്നുണ്ട്. എയും സിയും നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. എയിലും സിയിലും കോമൺ ഉണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ 1 ഉണ്ട് കോമൺ ആയിട്ട്, അല്ലേ? 1 മാത്രമല്ല കോമൺ ആയിട്ടുള്ള, ഏതും കോമൺ ആയിട്ടുണ്ട്, 4ഉം കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1 വേണേലും എടുക്കാം, 4 വേണേലും എടുക്കാം. നമുക്ക് തൽക്കാലം 1 വെച്ച് തന്നെ തുടങ്ങാം. 1ൽ നിന്ന് എന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് കറങ്ങണം. 1ൽ നിന്നും ക്ലോക്ക് വൈസ് ഇറങ്ങുമ്പോൾ 3 വരും, 3 വരുമ്പോൾ 4 വരും. അപ്പോൾ നമ്മൾ എ ആൻഡ് സി ആണ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. ആദ്യത്തെ ഇതിൽ നമ്മൾ കറങ്ങിയപ്പോൾ 1, 3, 4 എന്ന് കിട്ടി. രണ്ടാമത്തേൽ നിങ്ങൾ കറങ്ങി നോക്ക്, 1, 4, 2 എന്ന് വരും, അല്ലേ? 1, 4, 2 എന്ന് വരും. നമ്മൾ പഠിച്ച ലോജിക്ക് അനുസരിച്ച് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന പേഴ്സ് എന്താണ്? ഓപ്പോസിറ്റ് ഫേസസ് ആണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫീൽ ചെയ്യാൻ പറ്റണം. 3ന്റെയും ഓപ്പോസിറ്റ് 4 ഉണ്ട്, 4ന്റെ ഓപ്പോസിറ്റ് 2 ഉണ്ട്. അത് പോസിബിൾ ആണോ? ഒരു വശത്തിന് ഒരു ഓപ്പോസിറ്റ് ഫേസ് ഇല്ലേ ഉള്ളൂ. 3ന്റെ ഓപ്പോസിറ്റ് ഫേസ് 4 ആണെങ്കിൽ 4ന്റെ ഓപ്പോസിറ്റ് ഫേസ് 3 ആണ്. പിന്നെ ഒരിക്കലും എന്ത് വന്നുകൂടാ? 2 വന്നുകൂടാ. അപ്പൊ നമ്മുടെ മെത്തേഡ് തെറ്റാണോ? തെറ്റല്ല. നമ്മുടെ മെത്തേഡിൽ ഇങ്ങനെ 2 എണ്ണവും 3 എണ്ണമൊക്കെ തരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന 2 ഡൈസുകൾ, 2 ഡൈസ് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. അതാണ് നമ്മൾ തൊട്ടുമുള്ളതിൽ പഠിച്ചത്. ആ 2 ഡൈസുകളിലും കോമൺ ആയിട്ട് ഒരൊറ്റ നമ്പർ ഉണ്ടാവാൻ പാടുള്ളൂ. ഐഡിയ മനസ്സിലായോ? എത്ര നമ്പറുകൾ കോമൺ ആവരുത്? 2 നമ്പറുകൾ കോമൺ ആവാൻ നിൽക്കരുത്. 3, 4 അല്ല, സോറി, 1, 4 അല്ല കോമൺ ആയിട്ടുള്ളത്. 1, 4 കോമൺ ആണ്, ഇവിടെയും 1, 4 കോമൺ ആണ്. സോ 2 എണ്ണം കോമൺ ആയാൽ അതെടുത്ത് വർക്കൗട്ട് ചെയ്യാൻ നിൽക്കരുത്. ഐഡിയ കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ള നോക്ക്, 1, 3, 4, 3, 5, 6. ഇതിൽ രണ്ടിലും ഏതാ കോമൺ ആയിട്ടുള്ളത്? 3 കോമൺ ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 എടുത്തൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എയും ബിയും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ ആൻഡ് ബി 3 ആണ് രണ്ടിലും കോമൺ. ആദ്യത്തേൽ വരുമ്പോൾ 3 ക്ലോക്ക് വൈസ് വന്നാൽ 4, 4 ക്ലോക്ക് വൈസ് ഒന്ന് എന്ത് വരും? 1 വരും. സോ 4, 1 എഴുതി. രണ്ടാമത്തേൽ നിങ്ങൾ എടുത്തോ. രണ്ടാമത്തേൽ എടുക്കുമ്പോൾ 3 ക്ലോക്ക് വൈസ് പോയി 5, 5 ക്ലോക്ക് വൈസ് പോയി 6. 3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 5 എഴുതി, 6 എഴുതി. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. നമ്മളോട് ചോദിച്ചത് എന്താ? 1ന് ഓപ്പോസിറ്റ് ആരാന്നാ ചോദിച്ചത്. 1ന് ഓപ്പോസിറ്റ് ആരാ വരുന്നത്? 1ന് ഓപ്പോസിറ്റ് 6 വരും. പരിപാടി കഴിഞ്ഞു. ഓപ്ഷൻ എ. ഐഡിയ മനസ്സിലായോ? എയും സിയും എന്തുകൊണ്ടാണ് വരാത്തതെന്ന് മനസ്സിലായല്ലോ? 2 എണ്ണം കോമൺ ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ എടുക്കരുത്. 1, 4, 1, 4 2 എണ്ണം എന്താണ്? കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും എടുക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരാം, അല്ല? അടുത്ത പോസിബിലിറ്റിയാണ്. ബിയും സിയും പറ്റുമോ? 3, 5, 6, 1, 4, 2 എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഒന്നും കോമൺ ആയിട്ടില്ല. ഒന്നും കോമൺ ആയിട്ടില്ലെങ്കിൽ നമ്മളത് കിട്ടിയിട്ട് എന്തില്ല? കാര്യമില്ല. അപ്പോൾ ഈ 3 എണ്ണൊക്കെ തരുന്നത് ആക്ച്വലി നമ്മൾ ആ ഒരു ഡൈസ് ചൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു പണി തരാനാണ്. പിന്നെ അത് ആലോചിച്ച് ചെയ്യുന്നവർക്ക് 3 എണ്ണൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. പക്ഷെ നമ്മൾ ആലോചിച്ചില്ല, നമ്മൾ മെത്തേഡ് പിടിക്കുന്നവരാണ് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോക്ക് വൈസ് കറങ്ങാന്നുള്ളതിനേക്ക് ഒരു മെത്തേഡ് എന്ന് വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പോട്ടെ, അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് 2ഓ അതിലധികമോ ഡൈസ് വന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നേ കോമൺ പാടുള്ളൂ, ഒന്നും കോമൺ ഇല്ലാത്തത് പാടില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 എണ്ണം കോമൺ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല? അത് കിട്ടാനും പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. അടുത്തതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞോട്ടെ. 4ന്റെ ഓപ്പോസിറ്റ് 5 മനസ്സിലായി, 1ന്റെ ഓപ്പോസിറ്റ് 6 മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 3ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? ഭയങ്കര ടഫാണെന്ന് എനിക്കറിയാം. എന്നാലും ആരായിരിക്കും? പലരും തല പുകഞ്ഞാലോചിക്കുന്നുണ്ട്. ആലോചിക്കാനൊന്നുമില്ല. ഇനി ആകെ ഒരു നമ്പറേ ബാക്കിയുള്ളൂ. 1, 3, 4, 5, 6 ഇവിടെ ഉണ്ട്. ഇനി ആരാ ബാക്കിയില്ല? ആകെ 2 ബാക്കിയില്ല. അപ്പോൾ 2 ആരുടെ ഓപ്പോസിറ്റ് വന്നേ പറ്റൂ? 3ന് ഓപ്പോസിറ്റ് വന്നേ പറ്റൂ. അപ്പോൾ ചോദ്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. വളരെ സിമ്പിളായിട്ട് ഐഡന്റിഫൈ ദ നമ്പർ ഓപ്പോസിറ്റ് 2 എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 2ന് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചെങ്കിൽ അതിനർത്ഥം എന്താ? 3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായോ? 4ന് ഓപ്പോസിറ്റ് 5 വന്നു, 1ന് ഓപ്പോസിറ്റ് 6 വന്നു. അങ്ങനെയാണെങ്കിൽ 3ന് ഓപ്പോസിറ്റ് 2ഉം 2ന് ഓപ്പോസിറ്റ് എന്തും വന്നേ പറ്റൂ? 3ഉം വന്നേ പറ്റൂ. ഐഡിയ കിട്ടിയില്ലേ? CGLന് എപ്പോഴും 2 ഡൈസ് അല്ല, 3ഉം 4ഉം ഡൈസൊക്കെ CGLും CHSLും തരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് 1-2 ചോദ്യം കൂടി വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആവും.
അടുത്ത ചോദ്യം ഇതാണ്. 4 പൊസിഷൻസ് ഓഫ് എ ഡൈസ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ നമ്പർ അറ്റ് ദ ബോട്ടം വെൻ ടോപ്പ് ഈസ് 6. ഒരു ഡൈസിന്റെ 4 പൊസിഷൻസ് തന്നിട്ടുണ്ട്. പതിയെ ഞാൻ ഗീറോ മാറ്റിയാണ്. നമ്മൾ 2 തുടങ്ങി, നമ്മൾ 3 പഠിച്ചു. ഇപ്പോൾ നമ്മൾ എത്ര എത്തി? 4 എത്തി. ഐഡന്റിഫൈ ദ നമ്പർ അറ്റ് ദ ബോട്ടം വെൻ ടോപ്പ് ഈസ് 6. ടോപ്പിൽ 6 ആയിരിക്കുമ്പോൾ താഴെ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി 6ന്റെ ഓപ്പോസിറ്റ് നമ്പർ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം ഏതെങ്കിലും വായി തോന്നിയ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണമെന്നില്ല, നമുക്ക് ആൻസർ കിട്ടണമെന്നില്ല. നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ സംഭവം ഒന്നുകൂടി ക്ലിയർ ആവാനായിട്ട് ഇതിൽ ഏത് സ്ലൈഡ് ഏത് ഡൈസിന്റെ പൊസിഷൻ എടുത്താലാണ് ആൻസർ കിട്ടുക എന്ന് മനസ്സിലാവാനായിട്ട് ഇവരെ ഞാനൊന്ന് പേര് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. എയും ബിയും കൂടി നോക്കുന്ന സമയത്ത് എയും ബിയിലും 1ഉം 2ഉം ഉണ്ട്, എയിലും 1, 2 ഉണ്ട്, ബിയിലും എന്തുണ്ട്? 1, 2 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 2 കോമൺ വന്ന് എന്ത് ചെയ്യില്ല, നമ്മുടെ പരിപാടി നടക്കില്ല. ബിയും സിയും എടുത്ത് നോക്കിക്കോ. ബിയും സിയും എടുക്കുന്ന സമയത്ത് 1, 4, 2, 6, 4, 2 അല്ലേ, 2ലും എന്തുണ്ട്? 4, 2, 2 കോമൺ ഉണ്ട്. അപ്പോൾ അത് നടക്കില്ല. ഇനി ഏതാണ്? സിയും ഡിയും നമുക്ക് നോക്കാം. സിയും ഡിയും നമ്മൾ നോക്കുന്ന സമയത്ത് 6 കോമൺ ഉണ്ട്, 4 കോമൺ ഉണ്ട്. അപ്പോൾ 2 കോമൺ ഉണ്ട്, എന്ത് ചെയ്യില്ല, അതും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എയും സിയും വർക്ക് ചെയ്യാൻ നോക്കാം. എയും സിയും എടുക്കുക. എയും സിയും നോക്കുന്ന സമയത്ത് 1, 3, 2, 2, 4, 6 ആകെ നമ്മൾ നോക്കുമ്പോൾ 2 എന്ന് പറഞ്ഞ ഒറ്റ നമ്പറേ കോമൺ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പരിപാടി നടക്കും. ഇത് നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്ത് പിടിക്കണം കേട്ടോ. അതൊന്നും ഇങ്ങനെ എഴുതാനൊന്നും പറ്റില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇതെല്ലാം CGLന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും. നമ്മൾ നോക്കുമ്പോൾ എയും സിയും നമ്മുടെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും, പ്രോപ്പറാണ്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഒറ്റ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാം പ്രോപ്പറാണ്. അപ്പോൾ നമ്മൾ എഴുതുക കോമൺ ആയിട്ടുള്ളത്. ആദ്യത്തെ ഞാൻ ഏടെ എഴുതാം, 2, 3, 1 അല്ലേ. ക്ലോക്ക് വൈസ് വരുമ്പോൾ 2 3 3 1. സിയുടെ കേസ് എടുക്കുന്ന സമയത്ത് സിയിൽ 2 എങ്ങോട്ട് വരും? 4 വരും അല്ല. എങ്ങനെയാണ് ക്ലോക്ക് വൈസ് വരിക? ദെൻ 4 6 വരും. സോ 6 വരും. എന്താ കാണാൻ പറഞ്ഞേ? മേലെ 6 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആരാ വരിക എന്നാ കാണാൻ പറഞ്ഞേ. മേലെ 6 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? 1 ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ. മേലെ 6 ആണെങ്കിൽ താഴെ ആരാണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഓപ്പോസിറ്റ് തന്നെയാണ്. സോ നമുക്ക് 6 ആണെങ്കിൽ എന്ത് വരും? 1 വരും. ഇതിൽ ഇനിയും പോസിബിലിറ്റീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഇത്ര എത്തി കിട്ടിയപ്പോൾ നിർത്തി എന്നുള്ളതേ ഉള്ളൂ. ഏതൊക്കെ പോസിബിലിറ്റീസ് വേണേലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിലേത് വരുന്നത് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെടുത്താലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്തൊരെണ്ണം സിമ്പിളായിട്ട് ചെയ്യാലോ. സ്റ്റഡി ദ ഫോളോയിങ് ഫിഗേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓപ്പോസിറ്റ് ടു. 2ന് ഓപ്പോസിറ്റ് ഉള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതും നോക്കുമ്പോൾ 3 6 എന്താണ്? കോമൺ ആണ്. ഇതും നോക്കി നോക്കിയേ, 2ലും കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? 2ലും കോമൺ ആയിട്ട് 3 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എയും സിയും എടുക്കാം. ബിയെ തൽക്കാലം നമുക്കിവിടെ പിടിച്ചു വെക്കാം. ഈ ABC ഒക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതുന്ന കേട്ടോ. അതൊന്നും എക്സാം ഹാളിൽ പോയിട്ട് എഴുതാൻ നിൽക്കില്ല. ഇത് ഞാൻ പറയാനുള്ള സൗകര്യത്തിന് പേര് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആദ്യത്തെ കേസിൽ എടുക്കുമ്പോൾ 3 3 2 2 4 അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ വരും. രണ്ടാമത്തെ കേസിൽ എടുക്കുമ്പോൾ 3 5 5 4 വരും. സോ 3 5 4. നമ്മളോട് കാണാൻ പറഞ്ഞ എന്താ? 2ന് ഓപ്പോസിറ്റ് ആരാന്നാ ചോദിച്ചത്? 2ന് ഓപ്പോസിറ്റ് ആരാ വരുന്നത്? 2ന് ഓപ്പോസിറ്റ് 5 വരും. ഓപ്ഷൻ സി എന്ത് ചെയ്യും, നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. എയും സിയും ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പോസിബിൾ ആവുന്നത്. എയും ബിയും പറ്റുമോ? എയും ബിയും പറ്റില്ല. കാരണം എന്താ? 2ലും 3 6 കോമൺ ഉണ്ട്. എയും സിയും കിട്ടി. ബിയും സിയും പറ്റുമോ? ബിയും സിയും പറ്റില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3 5 എന്തുണ്ട്? കോമൺ ഉണ്ട്. അപ്പോൾ സെറ്റല്ലേ? ഈ പരിപാടി മനസ്സിലായല്ലോ. 2 തന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 3 4 തന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡൈസ് അതൊന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡൈസിൽ ഈ മോഡലിൽ ഏത് ചോദ്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. പൊസിഷൻ ഓഫ് ദ ഡൈസസ് ഈസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ നമ്പർ ദാറ്റ് വിൽ ബി അറ്റ് ദ ബോട്ടം വെൻ ടോപ്പ് ഈസ് 5. മേലെ 5 ആണെങ്കിൽ താഴെ വരുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി 5ന് ഓപ്പോസിറ്റ് ഉള്ള ആൾ ആരാന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്കറിയേണ്ടത്. ഞാൻ പറയാനും എഴുതാനും സൗകര്യത്തിന് ഇവർക്ക് 4 പേർക്കും പേര് കൊടുക്കുന്നുണ്ട്. എയും ബിയും നോക്കുക. മിക്ക കേസുകളിൽ ആദ്യത്തെ 2 തന്നെ സ്യൂട്ടബിൾ ആവട്ടോ. അത് ഒരു രഹസ്യമാണ്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. മിക്ക കേസിലും അത് നടക്കാറുണ്ട്. പിന്നെ ചില കേസിലൊക്കെ 1 2 നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എയും സിയും കിട്ടും. ഇതൊക്കെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പിക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഭൂരിഭാഗത്തിൽ എയും ബിയും തന്നെ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എയും സിയും ഓക്കെ ആയിരിക്കും. അതും അല്ലെങ്കിൽ വേറെ കോമ്പിനേഷൻസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരുള്ളൂ, നമുക്ക് നോക്കേണ്ടി വരുള്ളൂ. ഇതൊന്ന് ഒരു രഹസ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 2ലും കോമൺ ആയിട്ട് ആകെ ഒറ്റ ആളുള്ളൂ. 3 3 പരിപാടി കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 3 എടുത്തു, 4 എടുത്തു, 2 എടുത്തു അല്ല. ഇനി വരയ്ക്കണ്ടല്ലോ, ക്ലോക്ക് വൈസ് ഒക്കെ നോക്കി വരാൻ തുടങ്ങിയില്ലേ. അടുത്ത കേസ് എടുക്കുമ്പോൾ 3 അതുപോലെ എഴുതി. 3 എടുത്തു, 5 എടുത്തു, 1 എഴുതി. ദെൻ ആരാ ചോദിച്ചിരിക്കുന്നത്, ടോപ്പ് ഈസ് 5 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 5 ടോപ്പിൽ വരികയാണെങ്കിൽ ഏതാ വരിക, 4 എന്നുള്ളത് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഇനി ഞാൻ വേറൊരു കേസ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഹൈ ലെവൽ ചോദ്യങ്ങളിൽ മാത്രം ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ എയും സിയും ആണ് കോമ്പിനേഷൻ എടുത്തതെന്ന് വിചാരിക്കും.
ഇവിടെ നമ്മൾ എയും ബിയും അല്ല എടുത്തത്, എയും സിയും ആണ് എടുക്കുന്നതെങ്കിലോ എയും സിയും നിങ്ങൾ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചെറിയ കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കൂടി നിങ്ങൾക്ക് അവിടെ ആവശ്യം വരും. കാരണം എയിലും സിയിലും നോക്കിയാൽ നമുക്ക് വേണ്ട ആളില്ല, നമുക്ക് വേണ്ട ആളാരാ? 5 ഓപ്പോസിറ്റ് ഉള്ളത്. എയിലും സിയിലും ആരില്ല? 5 ഇല്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ലോജിക്ക് വെച്ച് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാ? 4 ആണ്. 4 ഞാൻ 2 3 അങ്ങനെയല്ലേ എഴുതുക. ഇവിടെ എഴുതുമ്പോൾ 4 1 6. ഇവിടെ നമുക്ക് വേണ്ട എന്താ? 5 ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 5 ഓപ്പോസിറ്റ് ആരാണ്? ഇത് കണ്ട് നമുക്ക് പറയാം 5 ഓപ്പോസിറ്റ് ആരാണ്? 4 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് പറയാൻ പറ്റും. ആൻസർ മാറില്ല, പക്ഷേ എയും സിയും എടുക്കുമ്പോൾ എന്തില്ല അതിനകത്ത്? എയിലോ സിയിലോ 5 തരാത്തതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ ഞാൻ പ്രിഫറബിളി എന്തേ പറയുള്ളൂ, ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അയ്യോ 5 എവിടെയെന്നാണ് നിങ്ങൾ ആലോചിക്കുക, 5 കിട്ടിയില്ലല്ലോ എന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കേണ്ട, 5 അവിടെ തന്നെ ഉണ്ട്. 5ൻ്റെ ഓപ്പോസിറ്റ് ആളെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. മാത്രം എന്ത് ചെയ്താൽ മതി? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി പോസിബിലിറ്റീസ് ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എങ്ങനെ പോയാലും ആൻസർ കിട്ടാനുള്ള ഐഡിയ നിങ്ങളുടെ കയ്യിലായി. ഇത് അടുത്ത ചോദ്യം പിടിച്ചോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നതാണ് 2 പൊസിഷൻസ് ഓഫ് എ ക്യൂബിക്കൽ ബ്ലോക്ക് ആർ ഗിവൺ ബിലോ, ഈച്ച് ഫേസ് ഹാവിംഗ് എ ഫ്യൂ സ്മോൾ ട്രയാങ്കിൾസ്. ഓരോന്നിലും ഫ്യൂ സ്മോൾ ട്രയാങ്കിൾസ് ഉണ്ട്. ഇൻ അനദർ പൊസിഷൻ ഓഫ് ദ ക്യൂബ് ഇഫ് ദർ ഈസ് 1 ട്രയാങ്കിൾ അറ്റ് ദ ബോട്ടം. മറ്റൊരു പൊസിഷനിൽ ട്രയാങ്കിളിന്റെ ഈ ക്യൂബിൽ ഒരു ട്രയാങ്കിൾ ആണുള്ളതെങ്കിൽ, ബേസിക്കലി ഒന്നാണുള്ളതെങ്കിൽ, ഹൗ മെനി ട്രയാങ്കിൾസ് വിൽ ബി ഓൺ ദ ടോപ്പ് ഫേസ്. ടോപ്പ് ഫേസിൽ എത്ര ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വരച്ച ട്രയാങ്കിൾ ആയതുകൊണ്ട് പലതും ട്രയാങ്കിൾ പോലെ തോന്നണമെന്നില്ല, കാര്യമാക്കണ്ട. എണ്ണിയാൽ മതി. 2 3 5, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 2. ഇങ്ങനെ പലതും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളിൽ കാണേണ്ടി വരും. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 1 ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആകെ 1 ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. സോ പരിപാടി കഴിഞ്ഞു. 3 5 4. ഇവിടെ വരുമ്പോൾ 3 6 2. എന്താ പറഞ്ഞേ? 1ൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് ചോദിച്ചേ. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കേസ് 1 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്ത് നിങ്ങൾക്ക് കാണാം? 3 കാണാം. സോ ആൻസർ എന്താ വരിക? 1 ആണ് വരിക. ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ അല്ലേ? 2ൻ്റെ ഓപ്പോസിറ്റ് 4 വന്നു, 5ൻ്റെ ഓപ്പോസിറ്റ് 6 വന്നു. ഇനി ആകെ ഇവിടെ 1 2 2 3 4 5 6 എല്ലാം ഉണ്ട്. വരാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ. അത് ആരാണ്? 1 ആണ്. അത് ആരുടെ ഓപ്പോസിറ്റ് ഫേസ് ആണ്? അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന 3ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആണെന്നുള്ള ധാരണ എന്ത് വേണം? നമുക്ക് വേണം. സെറ്റല്ലേ? അടുത്തത് 4 പൊസിഷൻസ് ഓഫ് എ ഡൈസ് ആർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ നമ്പർ അറ്റ് ദ ബോട്ടം വെൻ ടോപ്പ് ഈസ് 4. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റും. താഴെ ആൻസർ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അടുത്തത് 3 പൊസിഷൻസ് ഓഫ് എ ക്യൂബ് ആർ ഷോൺ ബിലോ, വാട്ട് വിൽ കം ഓപ്പോസിറ്റ് ടു ഫേസ് കണ്ടെയ്നിങ് ഇ. ലെറ്റർ നമ്പേഴ്സ് മാറി ലെറ്ററൊക്കെ പതുക്കെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടുന്ന പരിപാടിയിൽ ഒരു മാറ്റമില്ല. നമ്മൾ നോക്കുക, കോമൺ ആയിട്ട് ഒരെണ്ണുള്ളത് പിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? ഇക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇത് രണ്ടിലും ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ ഏതും ഇല്ല അല്ലേ? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. ഇതും എടുക്കുന്ന സമയത്തോ രണ്ടിലും കോമൺ ആയിട്ട് ഏതുണ്ട്? എ ഉണ്ട്. ഇതിലും എ ഉണ്ട്. സോ നിങ്ങൾ എടുത്ത് ചെയ്തോ. എ വന്നു, ഡി വന്നു, ബി വന്നു. ഞാൻ ക്ലോക്ക് വൈസ് വന്നാണ്. ഇവിടെ വരുന്ന സമയത്ത് എ വന്നു, സി വന്നു, എഫ് വന്നു. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇയുടെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞ പരിപാടി. ഇതിൽ ഇനി ആരേ ബാക്കിയുള്ളൂ? ഈ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇയുടെ ഓപ്പോസിറ്റ് വരുന്നത് ആരായിരിക്കണം? എ ആയിരിക്കണം. ഐഡിയ കിട്ടിയോ? ഡിക്ക് ഓപ്പോസിറ്റ് സി ആണ്, ബിക്ക് ഓപ്പോസിറ്റ് എഫ് ആണ്. ഇയുടെ ഓപ്പോസിറ്റ് ആരാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ മാത്രമേ ബാക്കിയുള്ളൂ. സോ ആൻസർ എന്താ വരേണ്ടത്? എ ആണെന്നുള്ളത് സിമ്പിളായിട്ട് കിട്ടും. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം 3 പൊസിഷൻസ് ഓഫ് എ ക്യൂബ് ആർ ഷോൺ ബിലോ, വാട്ട് വിൽ കം ഓപ്പോസിറ്റ് ഫേസ് കണ്ടെയ്നിങ് 1. അത് റോമൻ ലെറ്റേഴ്സ് വെച്ച് തന്നു. ഒരു പുതിയ ഒരേ സാധനം തന്നെ വെറുതെ ഇങ്ങനെ മാറ്റി ഇറക്കുക. നമുക്കൊരു പണി തരാനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ എന്താ നോക്കേണ്ടത്? കോമൺ ആയിട്ടുള്ള ഒരെണ്ണം വരുന്നത്. ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്നേ ഉള്ളൂ. അതിങ്ങനെ അപ്പുറത്തൊന്നും നോക്കി സമയം കളയേണ്ട കാര്യമില്ല. 1 2 4 ഇവിടെ എടുക്കുമ്പോഴോ 1 3 5 ആണ് വന്നിരിക്കുന്നത് അല്ലേ? 1 3 5 വരും. 1 3 5 വരും. ആരാ കാണാൻ പറഞ്ഞിരിക്കുന്നത്? 1ന് ഓപ്പോസിറ്റ് ഉള്ളത് 1 ഇവിടെ ഉണ്ട്. ഇതിൽ ആരാ ഇല്ലാത്തത്? 6. സോ ആൻസർ എന്താ? ഓപ്ഷൻ എ 6 എന്നുള്ളത് സിമ്പിളായിട്ട് കിട്ടും. അടുത്തത് 3 പൊസിഷൻസ് ഓഫ് എ ഡൈസ് ആർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ നമ്പർ അറ്റ് ദ ബോട്ടം വെൻ ടോപ്പ് ഈസ് $. ടോപ്പിലുള്ളത് $, ആണെങ്കിൽ ബോട്ടത്തിലുള്ളത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായി എന്നുള്ളതേ ഉള്ളൂ. ഒന്നും പുതിയ കാര്യങ്ങളൂടെ പഠിക്കേണ്ടതില്ല. പിന്നെ ഈ സൈൻ എനിക്ക് ഇതുപോലെ ഇടാൻ കിട്ടാതെ അപ്പോൾ ഞാൻ ട്രയാങ്കിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ വരച്ച് ഇത് സെയിം ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ടോപ്പ് $, ആകുമ്പോൾ ബോട്ടത്തിലുള്ളത് ബോട്ടം ആൻഡ് ടോപ്പ് ഈസ് $. ടോപ്പ് $, ആകുമ്പോൾ ബോട്ടത്തിലുള്ളത് ഏതാണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിച്ചിട്ട് താഴെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡൈസസിൽ നിന്ന് ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തിനെ പറ്റി പഠിക്കാം? ഓപ്പൺ ഡൈസസിനെ പറ്റി പഠിക്കാം. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.